മന്ത്ര ഡിസൈൻസ്. നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ അനഘ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, കസ്റ്റമർ നമ്മുടെ നയാറ സിൽക്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതിന്റെ കുർത്തീസ് ഉറപ്പായിട്ടും കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് അറിയാം. നമ്മൾ ഇതുവരെ പ്ലെയിൻ ആയിട്ടുള്ള നയാറ സിൽക്സിൽ ടോപ്പ് ഉള്ളിയൊക്കെയല്ലേ ചെയ്തിട്ടുള്ളൂ. കസ്റ്റമേഴ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആവശ്യപ്രകാരം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കോഡ് സെറ്റ് ആണ് കേട്ടോ. ടോപ്പും ബോട്ടവും വരുന്ന സെറ്റ് ആണ്. അതും പ്ലെയിൻ മെറ്റീരിയൽ അല്ല, പ്രിന്റഡ് നയാറ സിൽക്സിലാണ് ചെയ്തിട്ടുള്ളത്. നയാറ സിൽക്സ് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്കൊരു സെമി സിൽക്ക് ഫാബ്രിക്കിന്റെ ഒക്കെ ഫീല് തരും. ഒട്ടും ചൂടെടുക്കത്തില്ല, കാരണം ഞങ്ങളത് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചൂടെടുക്കും എന്നുള്ള ടെൻഷൻ വേണ്ട. ചിലർക്ക് ഈ ഒരു സിൽക്ക് എന്ന് കേൾക്കുമ്പോൾ ചൂടെടുക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും എന്നൊരു തോന്നലുണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് കേട്ടോ. നയാറ സിൽക്സ് എന്നാണ് അതിന് പറയുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചൂട് വരുന്ന ടൈപ്പിലുള്ള ഒരു സിൽക്ക് ഫാബ്രിക് അല്ല. വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ധൈര്യമായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര രസമാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ഒക്കെ വെച്ചാൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ വെയർ ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, ആ ഒരു നെക്കിന്റെ കംഫർട്ട് കണ്ടോ. ഞാനൊന്ന് ക്ലോസർ ഷോട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ നെക്ക് ഒന്ന് ക്ലോസർ എടുത്തിടാം. ഇത് നെക്കിൻ്റെ ആ ഒരു ക്ലോസർ ഷോട്ട് കാണുമ്പോൾ അറിയാം, നല്ല ഭംഗിയായിട്ട് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കാണ്. ഇതുപോലൊരു വി കട്ടിങ് വന്നിട്ട് ഉള്ളിൽ നമ്മൾ ചെറിയൊരു ക്രോസിങ് വെച്ചിട്ട് അത് പ്ലെയിൻ ആക്കാതെ ഇങ്ങനെ പിൻടക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെ കയ്യിലൊരു പീസ് ഇരിപ്പുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ നല്ലൊരു വി നെക്ക് വരുന്നുണ്ട്. ഉള്ളിൽ ആ ഒരു സെയിം ആ ഒരു നമ്മുടെ നയാറ സിൽക്ക് മെറ്റീരിയലിൽ തന്നെ പിൻടക്ക് ചെയ്താണ് അതിനെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രിന്റിന്റെ ഡീറ്റെയിൽ കണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയൊരു ഗോൾഡ് പ്രിന്റ് ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫങ്ഷണൽ വെയർ ആയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചിക്കു ഷെയ്ഡാണ് നമ്മുടെ ഈ ഒരു പ്യുവർ ജെറ്റ് ബ്ലാക്കിൽ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമുള്ളൊരു പ്രിന്റ് ആയിട്ട്, നല്ല രസമുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. സ്ലീവിന്റെ ഒരു ഡീറ്റെയിലും കൂടെ ഞാൻ ഇതിൽ തന്നെ ഒന്ന് കാണിക്കാം കേട്ടോ. സ്ലീവ് നമുക്ക് 3/4 സ്ലീവ് വന്നിട്ട് നിങ്ങൾ എൻഡിൽ കണ്ടോ, ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ബോർഡർ കൊടുത്തിട്ട് അതിലും നമ്മൾ പിൻടക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ അല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ ചെയ്ത് നോക്കുന്നത്. ഭയങ്കര രസമാണ്. ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ബാക്കിൽ ഇതുപോലെ ആട്ടോ, ആ നല്ലൊരു കട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഷേപ്പിൽ നല്ലൊരു കട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ഐറ്റമാണ്. സ്ലിറ്റഡ് ആണ്, വിത്ത് ലൈനിങ്ങിൽ വരുന്നുണ്ട്. 47 ടോപ്പിന്റെ ലെങ്ത് ആണ്. ഭയങ്കര കംഫർട്ടായിട്ടോ വെയർ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ബോട്ടം ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ബോട്ടം വരുന്നത് ഇതാണ്. ബോട്ടം വരുന്നത് നല്ല പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ഷിമറിംഗ് മെറ്റീരിയൽ ആട്ടോ. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും, ഒരു ചെറിയൊരു ഗ്ലിറ്റർ ഫീൽ വരുന്നതാണ്. ഭയങ്കര രസമാണ്, സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആട്ടോ. ഇത് കണ്ട് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് ഇതിന്റെ ഡീറ്റെയിൽ ഫ്രണ്ടിൽ ഇങ്ങനെയാട്ടോ കെട്ട് വരുന്ന ടൈപ്പാ. ബാക്കിൽ ഇതുപോലെ എലാസ്റ്റിക് വേസ്റ്റ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതുപോലെ പോക്കറ്റ് വരുന്നുണ്ട്. വൺ സൈഡ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പോക്കറ്റ് തന്നെയാണ്. നല്ല ലൂസ് ബോട്ടമാണ്. നിങ്ങൾക്ക് ആ ബോട്ടം കാണുമ്പോൾ അറിയാമല്ലോ അല്ലെ, ലൂസ് ബോട്ടം ആണ്. ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ഫിറ്റിലിരിക്കും. ബോട്ടത്തിന്റെ എൻഡിൽ വരുമ്പോൾ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്ത് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. 39 നമുക്ക് ബോട്ടം ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഫുൾ സെറ്റിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. മീഡിയം മുതൽ 2XL വരെ സൈസ് ഉണ്ട്. മീഡിയം എന്ന് പറയുമ്പോൾ 38 ആണ്. മീഡിയം സൈസ് ഇല്ല എന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് നമുക്ക് ദിവസവും കേൾക്കുന്നുണ്ട്. അത് എൽ സൈസ് വാങ്ങി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിടാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2XL ആർക്ക് ഒരിക്കലും 3XL വാങ്ങി ഇടാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മളൊരു 1 സൈസ് കൂട്ടി വാങ്ങിയാൽ നമുക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് വേണമെങ്കിൽ വെയർ ചെയ്യാം. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒന്ന് പരിഗണിച്ച് വരുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ഒരു സൈസ് ചാർട്ടിലോട്ട് എത്തിച്ചേരുന്നത്. പക്ഷെ ഇത് ഞങ്ങൾ മീഡിയം മുതൽ 2XL വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മീഡിയംകാർക്കുള്ള ഒരു വിഷമം വേണ്ട. മീഡിയം സൈസ് 38 ആണ്. 2XL എന്ന് പറയുമ്പോൾ 44 ആണ്. എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ദയവായിട്ട് എല്ലാവരും നമ്മുടെ സൈസ് ചാർട്ട് ഒന്ന് ചോദിച്ച് വാങ്ങി സൈസ് ചാർട്ട് ചെക്ക് ചെയ്ത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള സൈസ് ആണോ എന്നുള്ളത് നല്ലോണം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ ഓർഡർ പ്ലേസ് ചെയ്യണം. ഇത് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നറിയോ? വളരെ ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 899 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അതും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഒന്നും നമുക്ക് മന്ത്രയിൽ വരുന്നില്ല. അത് ഓഫർ റേറ്റ് ആണെങ്കിലും റെഗുലർ പ്രൈസ് ആണെങ്കിലും ശരി. ഇനി ഒരു കളറോടെ, ഇതിപ്പം നല്ല ബ്ലാക്ക് അല്ലേ, ഇനി വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേഗം ആ കളറും കൂടെ ഏതാന്നുള്ളത് നോക്കാം. അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ബീട്രൂട്ട് കളറാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കളറാണ്.
ഞാൻ അതിന്റെ ഫോക്കസ് കാണിക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെ കേട്ടോ, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടല്ലോ, പ്രിന്റ് വന്നിരിക്കുന്നത് കണ്ടോ, സെയിം ആ ഒരു എന്താ പറയുക ചിക്കു ഷെയ്ഡിൻ്റെ തന്നെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ടോപ്പിന്റെ ഫുൾ ആ ഒരു പ്രിന്റ് വരുന്നത്. നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സെറ്റാണ് വരുന്നത്, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. അത് സ്ലീവിലും സെയിം അതുപോലെ തന്നെ പ്രിന്റൊക്കെ വരുന്നുണ്ട്, ബാക്കിൽ അതേ പ്രിന്റ് ആണ്. നമുക്ക് ബോട്ടവും കൂടെ നോക്കാം. ബോട്ടം വരുന്നത് സെയിം ആ ഒരു നയാറ സിൽക്സിൽ തന്നെയാണ്. ബോട്ടം ഇതേ കണ്ടോ, ഇതാണ് ബോട്ടത്തിന്റെ ഷെയ്ഡ് വരുന്നത്. സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു സെൽഫ് ഷിമറിങ് വരുന്ന രീതിയിലുള്ള ഒരു ബോട്ടം ആണ്. ബാക്കി ഡീറ്റെയിൽ എല്ലാം സെയിം ആട്ടോ. ബോട്ടത്തിൽ നമ്മൾ ബ്ലാക്കിൽ കണ്ട എന്താണോ അതേ ഡീറ്റെയിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ഷെയ്ഡിൽ വരുന്നത്. രണ്ടും നല്ല സൂപ്പർബ് ആയിട്ടുള്ള കളറാണ്. വളരെ ബഡ്ജറ്റ് റേഞ്ച് 899 ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് 2 ഷെയ്ഡ്സ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ബഡ്ജറ്റ് റേഞ്ചിലല്ലേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മീഡിയം മുതൽ 2XL വരെയാണ് സൈസ് വരുന്നത്. അപ്പൊ എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ? കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം. ഏത് സൈസ് വേണമെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ ആരും മറന്നു പോകരുത്. കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. അതുപോലെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവൈലബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് നമ്മളെ അറിയിക്കുക. എനിക്ക് ബുക്ക് ചെയ്യണം, താല്പര്യം ഉണ്ടെന്നുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് അവൈലബിലിറ്റി പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. കാര്യം ഒരുപാട് മെസ്സേജസ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് ജസ്റ്റ് എൻക്വയറി ചെയ്യുന്നത്, ആരൊക്കെയാണ് ബുക്കിങ്ങിന് വേണ്ടി എൻക്വയറി ചെയ്യുന്നത് ഒന്നും ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമർ കെയറിലിരിക്കുന്ന കുട്ടികൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് വേണം അതൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങൾക്കെല്ലാം ഒന്ന് എന്താ പറയുക ഒരു ഭംഗിയാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ടും സൈസും മെൻഷൻ ചെയ്ത് അയക്കുക. അവൈലബിലിറ്റി നോക്കിയിട്ട് അവർ നിങ്ങൾക്ക് ബുക്കിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് തരും. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ടാകും കേട്ടോ. എൻ്റെ കസ്റ്റമേഴ്സിന് പ്രിയപ്പെട്ട ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ യൂണിറ്റിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വേഗം ഞാൻ വീഡിയോസ് കൊണ്ടുവരാൻ വളരെ എക്സൈറ്റഡ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.